ബംഗാളിലിറങ്ങി മമതയെ പൂട്ടാൻ തയ്യാറായി നിൽക്കുന്ന എൻഫോഴ്സ്മെന്റും CBIയും വാലും പൊക്കി ഓടിയിരിക്കുകയാണ്. ഏറെ നാൾ വിയർപ്പൊഴുക്കി കെട്ടിപ്പൊക്കിയ തന്റെ പാർട്ടിയെ അങ്ങനെ ഇഡിക്ക് തിന്നാനിട്ട് കൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. തങ്ങളെ തൊട്ടാൽ തൊട്ടവനെ പൂട്ടുമെന്ന് മമത പ്രഖ്യാപിക്കുമ്പോൾ പ്രതിരോധത്തിലായി നിൽക്കുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ കൂടിയാണ്. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരായ ഐപാക്കിന്റെ ഓഫീസുകളിലെ ഇഡി റെയ്ഡിൽ ഇപ്പോൾ ഒരു അസാധാരണ നീക്കവുമായി എത്തിയിരിക്കുകയാണ് മമതാ ബാനർജി. തൃണമൂൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഉപദേഷ്ടാക്കൾ കൂടിയായ സംഘത്തിന്റെ ഓഫീസുകളിൽ നടന്ന പരിശോധനയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ മുഖ്യമന്ത്രി മമതാ ബാനർജി FIR ഫയൽ ചെയ്തിരിക്കുകയാണ്. അമിത്ഷാക്കെതിരെ FIR ഇട്ട പോലെയായി മമതയുടെ നടപടിയൊന്നും കാണാൻ സാധിക്കും. ഇഡിക്ക് റെയ്ഡ് നടത്താൻ കാവൽ നിന്ന കേന്ദ്ര സായുധ സേനയ്ക്കെതിരെയും നടപടിയുണ്ട്. കൊൽക്കത്ത, ബിനാനഗർ പോലീസ് കമ്മീഷണറേറ്റുകളിലായി 2 പരാതികളാണ് മുഖ്യമന്ത്രി നേരിട്ട് നൽകിയത്. ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. സെക്ഷൻ 303(2) മോഷണം, സെക്ഷൻ 332(c) അതിക്രമിച്ച് കടക്കൽ, സെക്ഷൻ 35 ക്രിമിനൽ നടപടി, IT ആക്ട് സെക്ഷൻ 66 തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് നിയമ നടപടി എടുത്തിരിക്കുന്നത്. കേസിൽ അന്വേഷണം നടത്താൻ ഇൻസ്പെക്ടർ ശിവാദിത്യ ബാലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കൽക്കരി കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പണമിടപാട് കേസിലായിരുന്നു ഇഡി ഐപാക് മേധാവി പ്രതീകിന്റെ വസതിയിലും സാൾട്ട് ലേക്കിലെ ഓഫീസിലും പരിശോധന നടത്തിയത്. എന്നാൽ റെയ്ഡിന്റെ മറവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും അടങ്ങിയ ഹാർഡ് ഡിസ്കുകളും രേഖകളും ഇഡി മോഷ്ടിക്കാൻ ശ്രമിച്ചുവെന്നാണ് തൃണമൂൽ ആരോപണം. ഐപാക് മേധാവി പ്രതീകിന്റെ കുടുംബത്തിന് ഇഡിക്കെതിരെ പരാതി നൽകാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തി പരാതി നൽകിയതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനു പുറമെ അതിക്രമിച്ചു കടന്നതിനും ഭീഷണിപ്പെടുത്തിയതിനും കൊൽക്കത്ത പോലീസ് സ്വമേധയാ ഇഡിക്കെതിരെ മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആകെ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇഡിയെ ബംഗാളിലേക്ക് കെട്ടിയിറക്കിയ അമിത്ഷായ്ക്കെതിരെ കേസെടുക്കുമെന്ന് TMC പറയുന്നുണ്ട്. അതേസമയം ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും തൊണ്ടിമുതലുകൾ ബലമായി പിടിച്ചെടുക്കുകയും ചെയ്തെന്ന് ആരോപിച്ച് മമതാ ബാനർജിക്കെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഇഡി കൊൽക്കത്ത ഹൈക്കോടതിയിൽ സമീപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി റെയ്ഡ് നടക്കുന്നിടത്ത് നിന്ന് ഫയലുകളും ലാപ്ടോപ്പുകളും എടുത്തുകൊണ്ടുപോയത് തെളിവ് നശിപ്പിക്കാനാണെന്നാണ് ഇഡിയുടെ വാദം. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേന്ദ്ര ഏജൻസിക്കെതിരെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് FIR രജിസ്റ്റർ ചെയ്തത് കേന്ദ്ര സംസ്ഥാന പോര് പുതിയ തലത്തിലെത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബംഗാളിലെ ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി എന്ന IPSCയുടെ മേധാവി പ്രതീക് ജെയിനിന്റെ വസതിയിലും കൺസൾട്ടൻസി ഗ്രൂപ്പിന്റെ ഓഫീസിലുമാണ് ഇഡി എത്തിയത്. റെയ്ഡിനിടെ മുഖ്യമന്ത്രി മമതാ ബാനർജി എത്തി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെന്ന് ആരോപിച്ച് ഇഡി രംഗത്ത് വന്നതോടെ വിഷയം സംസ്ഥാനത്തിന്റെ അതിർത്തി കടന്നിരിക്കുകയാണ്. മമതാ ബാനർജി പോലീസ് ഉദ്യോഗസ്ഥരുമായി എത്തുന്നതുവരെ സമാധാനപരമായിരുന്നു റെയ്ഡെന്നാണ് ഇഡി പറഞ്ഞത്. കൽക്കരി കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് ഇഡി ബംഗാളിൽ പറന്നിറങ്ങിയത്. ഇതിനു പിന്നാലെ ഇങ്ങ് ഡൽഹിയിൽ അമിത്ഷായുടെ വസതിയിലാണ് ഇഡിയുടെ കുരുത്തക്കേടിന് DMC പകരം വീട്ടിയത്. അമിത്ഷായുടെ ഡൽഹിയിലെ വസതിയിൽ പാഞ്ഞെത്തിയ DMC MPമാർ ഗേറ്റ് ചവിട്ടി തുറന്നാണ് അമിത്ഷായെ വെല്ലുവിളിച്ചത്. പ്രതിരോധിച്ച MPമാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയും ചെയ്തിട്ടുണ്ട്. നോർത്ത് ബ്ലോക്കിലെ ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച മഹുവ മൊയ്ത്ര ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കളെ പോലീസ് റോഡിലൂടെ വലിച്ചിഴച്ചാണ് വാഹനത്തിൽ കയറ്റിയത്. ഇതോടെ ബംഗാളിലും അമർഷം പുകയുന്നുണ്ട്. ഡെറിക് ഒബ്രയാൻ, സാകേത് ഗോഖലെ, സാഗരിക ഘോഷ്, ഡോല സെൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ പ്രതിരോധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളായ ഇഡിയെയും CBIയെയും ഉപയോഗിച്ച് BJP വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുകയാണെന്ന് MPമാർ ആരോപിക്കുന്നുണ്ട്.